വ്യോമാക്രമണം ഉണ്ടാകില്ലേ? വ്യോമാക്രമണം ആക്രമണത്തിൻ്റെ സമയത്ത് മിസൈൽ ഒരു പുതിയ ലെവൽ ഓഫ് എയർ സപ്പോർട്ടാണ്, പുതിയ രീതിയാണ്, എയർ സപ്പോർട്ടിൻ്റെ ഒരു പുതിയ രീതിയാണ് മിസൈൽ ആക്രമണം. മിസൈൽ ആക്രമണത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യോമാക്രമണത്തിന് ഉള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഈ എനിമിയുടെ ഫൈറ്റർ പ്ലെയിനുകൾ തിരിച്ച് അറ്റാക്ക് ചെയ്യും, ഇന്റർസെപ്റ്റ് ചെയ്യും. അതൊന്ന്. രണ്ടാമത്, ഇന്ത്യയിൽ നമ്മൾ S-400 വ്യോമ പ്രതിരോധ സിസ്റ്റം നമ്മൾ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ റിസ്കി ആയിട്ടുള്ള സംഗതിയാണ്. കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ 9 ടാർഗറ്റിലും അറ്റാക്ക് ചെയ്തിരിക്കുന്ന മിസൈൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചൈനയുടെ HQ-9 ആണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സിസ്റ്റം. ഒരെണ്ണം പോലും പിടിച്ചിട്ടില്ല ചൈനയുടെ ഈ വ്യോമ പ്രതിരോധ സിസ്റ്റം. ചുരുക്കം പറഞ്ഞാൽ ചൈനയെ പറ്റി പറയുന്ന ചൈനീസ് നിർമ്മിതം എന്ന് പറയുന്നത് അങ്ങനെയാവോ? അങ്ങനെ ആയി. പാകിസ്ഥാനിൽ ഞാൻ പറയട്ടെ, 2022 നമ്മൾ മറ്റേ ബ്രഹ്മോസ് കയറ്റിവിട്ട ആ സമയത്തും ചൈന അന്ന് HQ-2000 ആയിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അന്ന് അത് പിടിച്ചില്ല. അത് പിടിക്കാത്തത് കൊണ്ടാണ് 2023 പാകിസ്ഥാൻ ആ HQ-2000 മാറ്റിയിട്ട് HQ-9 ഇൻസ്റ്റാൾ ചെയ്തത്. ആ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതും പിടിച്ചില്ല. അല്ല, അത് വർക്ക് ചെയ്തേ ഇല്ല, അത് വർക്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ പിന്നെ അത് വ്യോമ പ്രതിരോധ സിസ്റ്റം പോയി. നമ്മുടെ ഡ്രോണുകൾ ഓൾറെഡി ഇതിന്റെ മുകളിൽ ഡ്രോണുകൾ നിൽക്കുന്നു, പുറത്തുനിന്ന് മിസൈൽ വരുന്നു. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പിടിക്കണ്ടേ? ഒരു ഡ്രോണൊക്കെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അതവിടെ വളരെ സ്റ്റേഷനറി ആയിട്ട്, അതായത് വളരെ പതിയെ ആണ് അത് മൂവ് ചെയ്താലേ അതിന് താഴെ നടക്കുന്ന ബോംബിങ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വളരെ പതിയെ അവിടെ നിന്നാലേ ഉള്ളൂ. ഓൾമോസ്റ്റ് സ്റ്റേഷനറി ആയിട്ട് തന്നെ നിന്നാലൊക്കെ അത് പിടിക്കാൻ പറ്റുള്ളൂ. മറ്റേ യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ വെറുതെ അവിടെ പട്ടം പോലെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞ് ആർക്ക് വേണേ വന്ന് വെടിവെച്ചിടാം എന്നുള്ള രീതിക്ക്. പിടിച്ചോ? ഇല്ല. ഈ പാകിസ്ഥാൻ്റെ ഇപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള സേന ഏതായിരിക്കും? പാകിസ്ഥാന്റെ കേപ്പബിൾ ആയിട്ടുള്ള സേന എന്നൊക്കെ പറഞ്ഞ് എന്നെ വിഷമത്തിലാക്കരുത്. മോറോർലെസ്. കാരണം അതെ, ആർമി ആണെന്നുണ്ടെങ്കിൽ ബലൂച്ചികളും പഷ്തൂണുകളും കൂട്ടരാജിയാണെന്നാണ് അൺകൺഫേംഡ് റിപ്പോർട്ട്സ്. എയർഫോഴ്സിന്റെ കാര്യം അറിയാമല്ലോ, നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്വാദർ തുറമുഖത്തിന്റെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാണ് F-16 ഒക്കെ. ഇത് S-400 പരിധിയിൽ വരാതിരിക്കാനായിട്ട്, അതായത് ഒളിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ നേവിയാണ്. അത് ഓൾറെഡി കറാച്ചി പോർട്ട് നമ്മുടെ നേവി ഇപ്പം എപ്പോൾ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ബ്ലോക്ക് ചെയ്യാനും അടിക്കാനും തയ്യാറായിട്ട് നമ്മുടെ നേവി ഓൾറെഡി അറേബ്യൻ സീയിൽ നിൽപ്പുണ്ട്. ഒന്നും ചെയ്യാൻ പാകിസ്ഥാനെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഇതിനൊക്കെ പുറമെ April 22 മുതൽ ഈ ടെൻഷൻ കൂടിയ ഈ സമയത്ത് പാകിസ്ഥാന്റെ ചെലവ് മാത്രം ഒരു ദിവസം $3 മില്യൺ കൂടിയത്. ഈ ഒരു ടെൻഷനിൽ നിൽക്കുന്നതുകൊണ്ട് ഓരോ ദിവസവും $3 മില്യൺ പാകിസ്ഥാന്റെ പോയിക്കൊണ്ടിരിക്കുന്നത്. മാസം അത് 90 മില്യൺ അത് വരുന്നത്, ചെലവ് മാത്രം. അങ്ങനെ ഇതിനൊന്നും പൈസ ഇല്ല പാകിസ്ഥാന്റെ കയ്യിൽ. പോരാത്തതിന് ആകെപ്പാടെ പാകിസ്ഥാനിൽ ഏകദേശം GDP-യുടെ 20% കൃഷിയിൽ നിന്നാണ് വരുന്നത്. അത് നമ്മളിതാ ജലം, ചെനാബ് എന്നിങ്ങനെ ഓരോ നദിയിൽ നിന്ന് അണക്കെട്ട് അടയ്ക്കും, പിന്നെയും തുറന്നു വിടും, പിന്നെയും അടയ്ക്കും, പിന്നെയും തുറന്നു വിടും. ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ കൃഷി. ഭക്ഷണം കഴിക്കാൻ പൈസയില്ല. പിന്നെ അവരെങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നാണ് പറയുന്നത്? ഈ പാകിസ്ഥാന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായം ചെയ്യുന്ന കുറച്ച് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടാവുമല്ലോ. നമ്മുടെ രാജ്യത്തുള്ളവർ സഹായിച്ചിട്ട് പാകിസ്ഥാൻ രക്ഷപ്പെടുകയൊന്നുമില്ല. നമ്മുടെ രാജ്യത്തുള്ളവർ എത്ര പൈസ കൊടുക്കും? ചൈനയോ ആരെങ്കിലും ചൈനയുടെ പിന്തുണ എങ്ങനെ പോകും? ചൈനയുടെ പിന്തുണ പരോക്ഷമായ പിന്തുണയായിരിക്കും. ചൈന ഒരു പരിധിക്കപ്പുറം വിട്ട് കളിക്കത്തൊന്നുമില്ല. ചൈനയ്ക്ക് ഒരു പരിധിക്കപ്പുറം വിട്ട് കളിക്കാൻ പറ്റില്ല. ചൈനയുടെ പൈസ ചൈനയും കളയില്ല. ചൈനയുടെ പൈസ ഇല്ല. ചൈന പൊട്ടി നിൽക്കുകയാണെന്നാണ് പറയുന്നത് അൺകൺഫേംഡ് റിപ്പോർട്ട്സ്. ചുരുക്കം പറഞ്ഞാൽ ഇതിവിടം കൊണ്ട് തന്നെ തീരാനാണ് സാധ്യത. ഇവിടം കൊണ്ട് തീർന്നാൽ പാകിസ്ഥാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകും. ഇവിടം കൊണ്ട് തീർന്നില്ലെങ്കിൽ പാകിസ്ഥാൻ തീരും.